മാർവൽ ഡി സി ക്രോസ് ഓവർ കോമിക്സ് ആയ ഡെഡ്പൂൾ ബാറ്റ്മാൻ കോമിക്സ് റിലീസായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാം. വെയിൻ മാനർ, ഗോതമിലെ മറ്റൊരു രാത്രി, പിന്നെയും ഒരു ഡെഡ് എൻഡ്. ഈ തവണ അവൻ ശ്രദ്ധയോടെയാണ് നീങ്ങുന്നത്. ഹീ ഈസ് ബീങ് കെയർഫുൾ. എനിക്കുറപ്പാണ് അവൻ മേൽഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഈ നഗരത്തിൻ്റെ ഓരോ കോണിലും അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അപകടകരമായ കെമിക്കൽസിൻ്റെ ഒരു ചരക്ക് ഗോതം യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നുണ്ട്. റോബിൻസൺ ബോട്ടാണിക്കൽ ഗാർഡൻസിൽ നിന്നും കൊവിന അറ്റാക്സിൽ നിന്നും ചില പാറ്റേൺസ് മിസ്സിംഗ് ആണ്. 500 ഗാലൻ ജോക്കർ വെനം ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അതൊരു ചെറിയ രാജ്യത്തെ വിഷമയമാക്കാൻ മതിയാകും. എനിക്കവനെ കണ്ടെത്തണം, ഇപ്പോൾ തന്നെ. എത്ര തവണയാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്? രാത്രിയുടെ മറവിൽ ഉത്തരങ്ങൾ തേടി. അവൻ വരുമെന്ന് എനിക്കറിയാം, പക്ഷെ പലപ്പോഴും വീഴുന്നത് ഞാനാണ്. അവനൊരു വാണിംഗും തരാതെയാണ് വരുന്നത്. കളിയൊക്കെ കഴിഞ്ഞു വെയിൻ. കൈകൾ കാണിക്കൂ. നിയോ സ്റ്റീവിൻ. ഓ, ദിസ് ഈസ് ഇംപ്രസിംഗ്. ഈ സിൽക്ക് റോബും സോക്സും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ഗ്രാൻഡ്മയെ കണ്ടുകൂട്ടാൻ പോവുകയാണെന്നാണ്. ജസ്റ്റ് മോർ അഗ്രസീവ്. ഇതൊരു തവണ ഞാൻ ചോദിക്കൂ, ഹൂതെല്ലാം അറിയൂ. ഓ, നിനക്കെന്നെ അറിയില്ലേ? ഇറ്റ്സ് ഓക്കെ. നാണം കെട്ടവനായി അഭിനയിച്ച് ഞാൻ നിന്റെ അടുത്തൊന്നും ഓടിപ്പോയില്ല. ഞാനും അങ്ങനെ ഓടില്ല. എന്നെ ഡെഡ്പൂൾ എന്നാണ് വിളിക്കുന്നത്. മെർക്ക് വിത്ത് മൗത്ത് എന്ന് പറയുന്നത്. എനിക്ക് ജോബ് കിട്ടിയത് ഞാൻ ഹിലേറിയസ് ആയതുകൊണ്ടാണ്. വേറെ ഒരു കാരണവും ഇല്ല. ആരെങ്കിലും നിങ്ങളോട് ഡിഫറൻ്റ് ആയിട്ട് പറഞ്ഞാൽ അത് നുണയാണ്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും മദ്യപിച്ചിരുന്നു. ടോട്ടലി. അതെ, ഞാൻ പണത്തിനു വേണ്ടി ആളുകളെ വേദനിപ്പിക്കാറുണ്ട്. ഞാനൊരു ജോബിന് വേണ്ടിയാണ് ഈ ഒരു ടൗണിലെത്തിയത്. ഡോണ്ട് വറി, യു ആർ നോട്ട് ദ ജോബ്. യു ക്യാൻ സ്റ്റോപ്പ് ഫ്രീക്കിംഗ് ഔട്ട്. ഐ ആം നോട്ട്. ഞാൻ ഈ ടൗണിൽ രണ്ടാമത്തെ ഒരു ജോബ് കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാശ് മുടക്കാൻ തയ്യാറുള്ള, ആരെങ്കിലും ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വൃത്തികെട്ടവനെ ഞാൻ തിരയുകയാണ്. അതാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചത്. എനിക്ക് താല്പര്യമില്ല. ഓ കം ഓൺ, യു ആർ എ ബില്യനെയർ ബ്രൂസ് വെയിൻ. നിങ്ങളുടെ പേര് സിറ്റിയിൽ എല്ലായിടത്തും അറിയാം. നിങ്ങൾക്ക് നിശബ്ദനാക്കേണ്ട ഒരു ബിസിനസ് അസോസിയേറ്റ് ഇല്ലേ? ഞാൻ അത്തരത്തിലൊരു ബില്യനെയർ അല്ല. ഓക്കെ, ദെൻ ഹൂ ഇസ് ദാറ്റ്? മൈ ബട്ട്ലർ. ഓ, നിങ്ങളുടെ ബട്ട്ലർ. അയാൾ ഒരിക്കലും ഒരു ആസ്റ്റൺ മാർട്ടിൻ്റെ പിൻഭാഗത്തു നിന്ന് രക്തവും വില കുറഞ്ഞ പെർഫ്യൂമും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല. ഷുവർ. അയാൾ നിങ്ങളെ മാസ്റ്റർ ബ്രൂസ് എന്നാണോ വിളിക്കുന്നത്? അതോ സിക്ക് ചിക്കൻ എന്നാണോ? അങ്ങനെ ഒരു ബില്യനർ അല്ല അല്ലേ? നിങ്ങൾക്കൊരു കുട്ടിയോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? എന്തായാലും ഒരു മാന്യമായ സംഭാഷണം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ വൃത്തികെട്ട തമാശകൾ കാരണം ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും എനിക്ക് ബാറ്റ്മാനെ പിടിക്കുന്നതിൽ ഫോക്കസ് ചെയ്യണം. എക്സ്ക്യൂസ് മീ. ബാറ്റ്മാൻ കേട്ടെന്ന് തോന്നുന്നു. ഒരു ഗായ് ബാറ്റ്മാനെ പോലെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് അയാൾ ഗ്രിം ആൻഡ് സ്കെയറി ആണെന്ന്. അത് വ്യക്തമായ ജോക്കാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുത്തതാണെന്നും എനിക്കറിയാം. പക്ഷേ അയാളെ ഹണ്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് പണം കിട്ടുന്നുണ്ട്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. ബാറ്റ്മാൻ എൻ്റെ വീട്ടിലെ ഇരുട്ടിലുണ്ട്. അവൻ ആഗ്രഹമില്ലെങ്കിൽ അവനെ ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല. ഐ എം സോറി. വാട്ട് ദ ഹെൽ ഈസ് ദാറ്റ്? അതെന്തൊരു തരം ബാറ്റ് കോൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് നോട്ട്. ഇറ്റ്സ് എ ബാഡ് സിഗ്നൽ. ബാറ്റ് സിഗ്നൽ? ഓ കൊള്ളാം. ഈ മനുഷ്യൻ കാര്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാളെന്താ തമാശ കാണിക്കുകയാണോ? ഇത് വളരെ ഈസി ആയിരിക്കും. സിക്കോ. എനിക്ക് പുറത്തേക്ക് പോവാൻ സമയമായി. ഗോതം സിറ്റി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. എക്സ്ക്യൂസ് മീ. The hell? നിങ്ങൾക്ക് ബാറ്റ്മാനെ കാണാനുള്ള ലൈനാണോ ഇത്? That's close enough. James Gordon, Gotham City PD. നിങ്ങളൊരു പോലീസുകാരനാണെന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഓൾഡ് ടൈമർ താങ്കളുടെ ആ കിടിലൻ മീശ തന്നെ വിളിച്ച് പറയുന്നുണ്ട്. ലെറ്റ് മീ ഗസ്, നിങ്ങളൊരു കണിഷക്കാരനാണ്. സ്വന്തം നിയമങ്ങൾ മാത്രം അനുസരിക്കുന്നു. എന്നിട്ട് മീറ്റിങ്ങിനിടയിൽ ഒളിച്ചു നിന്ന് ഒരു സിഗരറ്റ് വലിക്കുന്നു അല്ലേ? പൊരുത്തപ്പെടാൻ കഴിയാത്തവനോ യാഥാർത്ഥ്യബോധം ഇല്ലാത്തവനോ
ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിവില്ലാത്തവനായ ഒരു ഭ്രാന്തനെ കണ്ടാൽ എനിക്കറിയാം. ഞാൻ ഗോതമിൽ അത്യാവശ്യത്തിന് ജോലി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സൗണ്ട് എൻ്റെ ഡാഡിൻ്റെ പോലെയുണ്ട്. നിങ്ങൾക്കായി എനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയില്ല. ബാറ്റ്മാൻ ഈസ് ബിസി. ഗെറ്റ് ഓഫ് മൈ ബിൽഡിംഗ്. ഐ എം സോറി. നിങ്ങളും ബാറ്റ്മാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ, ഐ ആം ഇൻ എ ഹറി ടു. താങ്കളുടെ ഹിപ്സ് ഒരു കാറ്റടിച്ചാൽ പോലും ഒടിഞ്ഞു പോകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് വായ കൊണ്ട് വെടിപൊട്ടിക്കുന്ന ഈ മെർക്കിന്റെ മുന്നിൽ നിന്നും വേഗം സ്ഥലം വിട്ടോളൂ. ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യട്ടെ. മോനെ, നീ അതെന്റെ നേരെ ചൂണ്ടാൻ പാടില്ലായിരുന്നു. ഹോ യാ, വൈ ഇസ് ദാറ്റ്? ഹോ, ദാറ്റ്സ് എ ഗുഡ് തിങ്കർ. വെൽക്കം ടു ഗോതം. ഹോളി ബാറ്റ്മാൻ, നിങ്ങൾ ഭയങ്കരനാണ്. ഇങ്ങനെ പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ ആ ബാഡ് തിങ് IT വർക്ക്സ് ആൻഡ് ദ വോയിസ് സോ എഫക്റ്റീവ്. ഐ നോ. നിങ്ങളുടെ ആസിന് ഞാൻ അടിക്കേണ്ടി വരുന്നത് ഒരു ഷെയിം തന്നെയാണ്. ഹേയ്യാ! ഐ തിങ്ക് യു മീൻ. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് കരാട്ട അറിയാം. സാരമില്ല, ഞാൻ ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഡിഡ് ഐ? ഓക്കെ, ഞാൻ ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഇത് നിങ്ങളെ കരയിപ്പിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഓക്കെ, വെയിറ്റ്, യു ആർ റൈറ്റ്. വി ആർ ടു ഇവൻലി മാച്ച്ഡ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ലുക്ക്, നമ്മളിൽ ആരായിരിക്കും വിജയിക്കൂ എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടോ? പക്ഷേ പരസ്പരം റെസ്പെക്ട് നൽകുന്നതാണ് കാര്യം. ദാറ്റ് മച്ച് ഈസ് ക്ലിയർ. ക്ലിയർ ടു ഹൂ? ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ബാറ്റ്മാൻ, നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഒരു ഘട്ടത്തിലും കൊല്ലപ്പെടാൻ പോവുകയായിരുന്നെന്നും എനിക്ക് തോന്നിയില്ല. ഈ വിഡ്ഢി നമ്മുടെ ധാരാളം സമയം കളഞ്ഞു. ബാറ്റ്മാൻ, നമുക്ക് ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദ ജോക്കർ സെൻഡ് എസ് എ മെസ്സേജ്. ജോക്കർ വെനം ഗോതം സിറ്റിയിൽ നിറയ്ക്കുന്നതിന് മുമ്പ് അവനെ കണ്ടെത്താൻ അവൻ നിങ്ങൾക്ക് 6 മണിക്കൂർ സമയം നൽകിയിട്ടുണ്ട്. അതൊരു തട്ടിപ്പല്ലെങ്കിൽ? അല്ല, അവനാവശ്യമായ എല്ലാ കെമിക്കൽസും ഓഗസ്റ്റ് 8-നും ഗോതം സിറ്റിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടു. സിറം നിർമ്മിക്കാൻ അവന് ധാരാളം സമയം കിട്ടിക്കാണും. ഓഗസ്റ്റ് 8 അന്ന് ഫുൾ മൂൺ ആണല്ലോ. ആയിരുന്നു. നിങ്ങൾ ഭ്രാന്തന്മാർക്ക് ചന്ദ്രന്റെ ചലനവുമായി എന്തോ ഒബ്സഷൻ ഉണ്ടല്ലേ? ഇല്ല, അത് ബിസിനസ്സാണ്. അറപ്പ് തോന്നുന്നു. പക്ഷേ ഫുൾ മൂൺ എൻ്റെ ജോബിന് വളരെ ഉപകാരപ്പെടും. മൂൺ ലൈറ്റ്. ശ്രദ്ധ ആകർഷിക്കാൻ ഫ്ലാഷ് ലൈറ്റുകൾ വേണ്ട. ഒരു ഹേസ്റ്റിന് നല്ലതാണ്. അത് ശരിയാണ്, വേലിയേറ്റം കുറയും. ഒരു ബോഡി ഒളിപ്പിക്കണമെങ്കിൽ തീരദേശ ഗുഹകൾ തുറന്നു കിട്ടും. ഓർ സംതിങ് എൽസ്. ഗോഡൻ, ഗെറ്റ് മീ എ മാപ്പ്. ഇവിടെ വേലിയേറ്റം കഴിയുമ്പോൾ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന നൂറുകണക്കിന് ഗുഹകൾ. കടൽ നിരപ്പ് ഉയരുന്നത് കാരണം മിക്കവാറും ഉപേക്ഷിക്കപ്പെട്ട കപ്പൽ ശ്മശാനങ്ങൾ. അവയിൽ പകുതിയിലധികം ജോക്കറിന്റെ വലിയ ആവശ്യങ്ങൾക്കായി. അവയെല്ലാം സെർച്ച് ചെയ്യാൻ നമുക്കിനി 6 മണിക്കൂറിന് താഴെ സമയമുള്ളൂ. ഐ വിൽ ഹെൽപ്പ്. ഐ കോൾ ദാറ്റ് വേർഡ്. വടക്ക് ആ ചെറിയ അഴിമുഖമുള്ള സ്ഥലത്ത്. അത് കൃത്യം പിക്കാർഡ്ലി പിയറിന് അടുത്താണ്. വേലിയേറ്റത്തിനായി കാത്തിരിക്കുന്നതിനിടയിൽ എനിക്കൊരു പെൻ ആൻഡ് കേക്ക് കഴിക്കാനും വിരൽ ആൻഡ് എയ്റ്റർ കാണാനും സാധിക്കും. ഐ ആം ടെല്ലിങ് യു, ഇഫ് ഐ നെവർ ബിൽഡ് എ സീക്രട്ട് ലെയർ, അതെന്തായാലും അവിടെ തന്നെ ആയിരിക്കും. കാത്തിരിക്കൂ. ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതായത് ഒരു മാഡ്മാനെ പിടിക്കാൻ മറ്റൊരു മാഡ്മാനെ കഴിയൂ. ലെറ്റ്സ് ജസ്റ്റ് സേ ഐ ആം അവൈലബിൾ. ദിസ് ഈസ് ഗ്രേറ്റ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ സീരിയസ് ആണോ? ഇതൊരു കുണ്ടും കുഴിയുള്ള റൈഡാണല്ലോ. നിങ്ങളുടെ വോയിസിലുള്ള കല്ലെടുത്ത് ഈ കുണ്ടും കുഴിയൊക്കെ നികത്തണം. ദാറ്റ് വാസ് എ ജോക്ക്. ഡോണ്ട് വെരി, ഇനിയും ഇഷ്ടംപോലെ ജോക്സ് ഉണ്ട്. പക്ഷേ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിവിടെ ആകെ തളരുന്നു. ഇത് രണ്ടാൾക്കും വേണ്ടിയുള്ളതൊന്നല്ല, അല്ലേ? ഞാൻ തനിച്ചാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു റോബിൻ ഇല്ലാത്ത പക്ഷം. ഓ അതെ, സുന്ദരനായ ചെറുപ്പക്കാരനോടൊപ്പം കുറ്റകൃത്യങ്ങൾ നേരിടുന്ന ആ ബോയ് വണ്ടർ. അതിനെക്കുറിച്ച് ഞാൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ തമാശകളും നിങ്ങൾ ഇതിനകം കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഞാൻ എന്താ ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ, എൻ്റെ ടൈം ഞാൻ ഒരുപാട് സേവ് ചെയ്തു.
ഞാൻ ആരാണെന്ന് പുറത്തു പറയാതിരുന്നാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. എനിക്ക് എവിടെ തുടങ്ങണമെന്നറിയില്ല. ഇറ്റ്സ് എ ബാഡ് റൈറ്റ്. ഈ വികൃതമായ മുഖം എൻ്റെ ഹീലിംഗ് ഫാക്ടറിന് കൊടുത്ത വിലയാ. ആ ഓപ്പറേഷനാണ് എനിക്കിത് രണ്ടും തന്നത്. അതുകൊണ്ട് അവിടെ വെച്ച് നിങ്ങളെ തോൽപ്പിക്കേണ്ടി വരാതിരുന്നത്. അടഞ്ഞൊരിടത്ത് എത്തിച്ചാൽ മാത്രം മതിയായിരുന്നു. സോറി ബഡി, എ ജോബ് ഈസ് ജോബ്. റിലാക്സ്, ആ ഗ്യാസ് എന്നെ ബാധിക്കില്ല. ഞാനായിരിക്കും DD. അയ്യോ, ഇത് സ്റ്റിക്കാണോ? എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ അറിയില്ല. വെയ്ക്ക് ആപ്പ്, ചുറ്റും നോക്കൂ. നിങ്ങളൊരു പ്രത്യേക സ്ഥലത്താണ്. ഫൈനലി, ആഫ്റ്റർ ഓൾ ദിസ് ടൈം, ഗെറ്റ്സ് ദ ലാസ്റ്റ് ലോഫ്. നിങ്ങളുടെ പേര് അവിടെ ഉൾപ്പെടുത്തിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കരുത്. ഇത് നിന്നോട് പറഞ്ഞ് ഞാൻ മടുത്തു. ഗോട്ട് ഇറ്റ്, യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഷട്ടപ്പ്. എനിക്കറിയാവുന്ന ജോക്കർ ഇങ്ങനെയല്ല. നമ്മുടെ കണക്ക് തീർക്കൽ വേറൊരാളെ ഏൽപ്പിക്കുന്നത്. ട്രൂ, ബട്ട് എൻ്റെ പദ്ധതികൾ സാധാരണ എങ്ങനെയാണ് പോകാറുള്ളതെന്ന് അറിയില്ലേ? ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ എൻ്റെ സ്വന്തം കുഴി തോണ്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രീതികൾക്കൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താമെന്ന് വിചാരിച്ചു. എന്നിട്ട് ശരിക്കും ഒന്ന് കണ്ണാടിയിൽ നോക്കാൻ. ഫാബ് ക്യാബിൽ കൂടുതലും സ്ക്രോൾ തെറാപ്പിയാണ്. എൻ്റെ ബ്രെയിൻ ടാസ്ക് പാരലൈസസ്, ഒബ്ജക്റ്റ് പെർമനൻസിൻ്റെ അഭാവമുള്ള ഒരു ന്യൂറോസ്പൈസി ഡോപ്പാമിൻ ഗോബ്ലിൻ ആണെന്ന് തെളിഞ്ഞു. ആൻഡ് വേർ ഡിഡ് യു ഫൈൻഡ് ദിസ് അക്കൗണ്ടബിളി ബഡി? ക്ലാരിയോൺ ദി വിച്ച് ബോയ്. അവനൊരു മന്ത്രവാദം ഉപയോഗിച്ച് എന്നെ ഒരാളുമായി ബന്ധപ്പെടുത്തി. തനിക്കറിയാലോ, മിറർ മിറർ. എൻ്റെ അപേക്ഷ കേൾക്കൂ. എന്നെപ്പോലെ ഭ്രാന്തനായ ഒരാളെ കാണിക്കൂ. ഈ ഡീല് മനസ്സിലായോ? അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മാച്ചിങ് ആയ പെയർ മറ്റൊരു യൂണിവേഴ്സിലായിരുന്നു. കോസ്മിക് ട്രെഡ്മിൽ ഉപയോഗിക്കേണ്ടി വന്നു. പക്ഷെ അത് കാണുന്നത്ര എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നൊന്നല്ല. ഞാനാകെ തളർന്നതിന് ശേഷമാണ് റിവേഴ്സ് ഫ്ലാഷിനെ വിളിക്കാൻ തീരുമാനിച്ചത്. എനിക്കൊരു അക്കൗണ്ടബിളി ബഡിയെ ആവശ്യമുണ്ടായിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചത് ഒരു കൂട്ടം ഗുണ്ടകളെയായിരുന്നു. എൻ്റെ എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷനെ നിയന്ത്രിക്കാൻ കഴിവുള്ള സഹപാഠിയെ. എൻ്റെ പോലെ ചിന്തിക്കുന്ന ആളെയാണ് എനിക്ക് വേണ്ടത്. പക്ഷെ ഈ പൊട്ടന്മാർ പരാതി പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല. ആരാണാവോ ഈ നൈറ്റ് വിങ്? I have to hand it to you, Joker. It's brilliant. നിന്നേക്കാൾ ഭ്രാന്തനായ ഒരാളെ നീ കണ്ടെത്തിയിരിക്കുന്നു. ഭ്രാന്തനെന്ന് ഞാൻ പറയില്ല. എന്നെ ഭ്രാന്തനാക്കാൻ നീ ഒരുപാട് കാലം ശ്രമിച്ചതല്ലേ? പക്ഷേ ആ ജോക്കർ അത് 1 മണിക്കൂറിനുള്ളിൽ ചെയ്തു. അവനെ ഒരു ജോക്കർ എന്ന് വിളിക്കരുത്. അത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ ഞാൻ മാത്രമാണ് ജോക്കർ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവൻ അതിലും വലുതാണ്. ഭയങ്കരൻ. നിയന്ത്രണം നഷ്ടപ്പെട്ടവൻ. ബാറ്റിന് യോജിച്ച തികഞ്ഞ എതിരാളി. എൻ്റെ ഒബ്സഷനെ യോജിച്ച ഒരു വില്ലൻ. Wait, can I grab you for a second? വാട്ട്സ് എ ബൂസ്? എനിക്കിതൊരു ബുദ്ധിമുട്ടാക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞാൻ വളരെ കാലമായി ഈ പ്ലാനിൻ്റെ പുറകിലാണ്. എൻ്റെ മുഖ്യ ശത്രുമായി ഇത് ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കണം. അവൻ മരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കണം. ഞാനും അവനും മാത്രം. നിനക്ക് മനസ്സിലായോ? സത്യത്തിൽ ഞാൻ അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നീ അതാണോ ചിന്തിച്ചത്? ഇത് ഞാനായിട്ട് പറയാന്ന് വെച്ചതാണ്. ഇവനൊരു പ്രത്യേക വ്യക്തിയല്ലേ? ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത് പോലുള്ള പ്രത്യേകത. നിങ്ങൾക്ക് ഇവനെ കൊല്ലണമെന്ന് ഉറപ്പാണോ? അതെ, എനിക്ക് ഉറപ്പാണ്. ശരിക്കും എനിക്ക് അവനോട് ഭ്രമം കൂടി വരികയാണ്. നമുക്കൊരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം കളിച്ചാലെന്ന് തോന്നുന്നു. ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്നതും പിന്നീട് നമ്മൾക്ക് ആർക്കും അവസാനിപ്പിക്കാൻ അറിയാത്ത ഒരു പരസ്പര ബന്ധമായി പതിയെ മാറുന്ന ഗെയിം. വിചിത്രമായൊന്ന് പറയട്ടെ, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമായി മാറിയിരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. വെയിറ്റ്, നമുക്ക് രണ്ടുപേർക്കും അവൻ്റെ ശത്രുക്കളാകാമല്ലോ. എനിക്ക് ചെറുപ്പവും കൂടുതൽ ഫണ്ണുള്ളവനാവാം. അവനെ ശരിക്കും ഭയപ്പെടുത്തുന്നവൻ. നിങ്ങൾക്കാകട്ടെ സ്വന്തം തമാശകൾ കേട്ട് ചിരിക്കുന്നവനാവാം. What a fantastic plan. Let's shake on it. What the hell was that? ഒരു ചെറിയ ഫണ്ണ്. ജോക്കർ വെനം ഇഞ്ചക്ഷൻ.
ഓ ഇപ്പോൾ ഇത് ഫണ്ണല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു നിമിഷം കാത്തിരിക്കൂ. ഇതൊരു റിയൽ ഗ്യാസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും. Plan have changed Batman. Oh, you did it yourself. ജോക്കർ എന്നെ 2 വട്ടം ചതിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കാൻ പോവുകയായിരുന്നു. അതൊരു വലിയൊരു ട്വിസ്റ്റായി. കൈൻഡ് ഡിസപ്പോയിന്റിങ്. പക്ഷേ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കിപ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്നു. എൻ്റെ മനസ്സ് ഇത്രയധികം ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ ശരീരത്തിൽ ജോക്കർ വെനം സ്പ്രെഡ് ആയിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. എൻ്റെ ഹീലിംഗ് ഫാക്ടർ അത് നോക്കിക്കോളൂ. അതാരെങ്കിലും നിന്റെ ഫേസ് നോക്കി പറയണം. എന്ത്? എന്നെ വിചിത്രമായി തോന്നുന്നുണ്ടോ? ഇറ്റ്സ് ഓവർ ജോക്കർ. ഇറ്റ്സ് ബീൻ ഓവർ. ബാറ്റ്മാൻ ആ കരൗസിലിൽ ഉള്ള ജോക്കർ വെനം ഗോതമിലെ ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും കുട്ടികളുടെയും ശരീരത്തിലേക്ക് കയറി അവരെ ജോക്കർ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. 30 സെക്കൻഡിനുള്ളിൽ സിറ്റിയിലെ എല്ലാ യൂട്ടിലിറ്റി പൈപ്പുകളിലൂടെ അത് പമ്പ് ചെയ്യപ്പെടും. അത് തടയാൻ ഒരൊറ്റ വഴിയുള്ളൂ. കറോസലിന്റെ സെൻട്രലായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. അതിലമർത്തിയാൽ വെനം ഹാനികരമല്ലാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കും. എന്നാൽ വീരനാകാൻ മാത്രം മണ്ടനായ ആരെയും അത് കൊന്നുകളയും. നമ്മൾ രണ്ടുപേരും ഇവിടെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായും. വീരതയുടെ തീയിലായാലും വീരത്വത്തിന്റെ നാണക്കേടിലായാലും ബാറ്റ്മാൻ ഇന്ന് രാത്രി മരിക്കുന്നു. ബാറ്റ്മാൻ ഇതിന്റെ ഫൈനൽ ജോക്കാണ്. അതിന്റെ പഞ്ച് ലൈൻ തിരഞ്ഞെടുക്കുന്നത് നീയാണ്. അത് ഞാനേറ്റു പാർട്ട്ണർ. നിങ്ങളുടെ ഊർജ്ജസ്വനായ ചെറുപ്പക്കാരൻ ഇതൊന്ന് ചെയ്യട്ടെ. ഒരാൾ കൂടി സ്ഥലമുണ്ടോ? ജസ്റ്റ് കിഡിങ്. വണ്ടർമാൻ ഇരിക്കുന്നത് മുൻപിലാണോ? നീ ബാറ്റ് മൊബൈലിൽ ഒരു സ്ക്രാച്ച് വരുത്തി. നിനക്ക് മാനുവൽ ഗിയർ വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. നിങ്ങളൊരു ഡിറ്റക്റ്റീവ് ആണോ? നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഒരിടത്തും പോകുന്നില്ല. നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ഇപ്പോഴും ഉണ്ട് നിന്റെ മുഖത്ത് ആ ഒരു ഭ്രാന്തൻ ചിരി. ഇപ്പോഴും ഉണ്ടോ? അത് എപ്പോഴെങ്കിലും ഒന്ന് മാറ്റിയേ പറ്റൂ അല്ലേ? അത് മാറ്റാൻ വേണ്ടിയായിരിക്കും മാസ്കുകൾ. വെയിറ്റ്, നമ്മൾ ഇത്രയും കാര്യങ്ങളോടെ കടന്നുപോയ ശേഷം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ? യു സെഡ് യു വെർ ഒബ്സസ്ഡ് വിത്ത് മീ. എനിക്ക് പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു. സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത നിമിഷം മുതൽ നീ എന്നെ കളിപ്പിക്കുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു. നിന്നെക്കൊണ്ട് എന്നെ പിടിപ്പിച്ചത് ജോക്കറിനെ കണ്ടെത്താനുള്ള എളുപ്പവഴിയായിരുന്നു. ഞങ്ങളെ പരസ്പരം തിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു? എനിക്കുണ്ടായിരുന്നു. ബിഗ് റിസ്ക്. 0 റിസ്ക്. പക്ഷെ അവസാനം നീ ഗോതം സിറ്റിയെ രക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ നിന്നെ വീട്ടിലേക്ക് പോവാൻ അനുവദിക്കുകയാണ്. ഇനി ഈ പരിസരത്ത് ഞാൻ നിന്നെ കണ്ടുപോകരുത്. ആ കാര്യം മനസ്സിലായി. നിങ്ങൾ ഒന്നിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ പോവാൻ അനുവദിക്കും. ഐ ലവ് യു ടു. ഈ സിറ്റി ഒന്നും ചുറ്റിക്കറങ്ങുന്നതിൽ തെറ്റില്ല അല്ലേ?